അതെ, ഞാൻ ഇന്ന് മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴ വഴി ലണ്ടനിലേക്ക് പോകാനാണ് ഇന്നത്തെ എൻ്റെ പ്ലാന്. അതും വിസ്മയ ലോകത്തിലൂടെ. വിസ്മയ ലോകം ഏതാ? നമ്മുടെ അവതാർ എന്ന വിസ്മയ ലോകത്തിലൂടെ നമ്മൾ ലണ്ടനിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പം ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ മൂവാറ്റുപുഴയിൽ വണ്ടർ വേൾഡിൻ്റെ എക്സ്പോ വന്നിരിക്കുകയാണ്. എല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ അറിഞ്ഞു കേട്ട് വന്നപ്പോഴത്തേനും കുറച്ച് വൈകിപ്പോയി. ഏപ്രിൽ 10 മുതൽ മെയ് 12 വരെയാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ ഗ്രൗണ്ടിലെ ഈ വണ്ടർ വേൾഡ് എക്സ്പോ നടക്കുന്നത്. ദേ നോക്കിക്കേ, നമ്മൾ അങ്ങനെ UK ലണ്ടനിൽ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടല്ലേ ലണ്ടൻ മൂവാറ്റുപുഴയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കേ. അടിപൊളി. ആ ടെലിഫോൺ ബൂത്തും ആ ലണ്ടൻ്റെ ആ സിറ്റിയും എല്ലാം അതേപോലെ തന്നെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, സെറ്റ് ഇട്ടിട്ടുണ്ട്. അതിമനോഹരമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടെലിഫോൺ ബൂത്ത് ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് ഒരു കോള് വിളിക്കാം കേട്ടോ. കണ്ടോ, ടെലിഫോണൊക്കെ അതുപോലൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിലേക്കൊന്ന് വിളിച്ചാലോ? കണ്ടോ, ഡയൽ ചെയ്തങ്ങ് വിളിച്ചാ മതി. ഇപ്പം നമ്മളിരിക്കുന്ന ഇവിടെ ലണ്ടനിൽ നിന്ന് കേരളത്തിലേക്കൊന്ന് വിളിക്കാം അല്ലേ. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അതിനുള്ള ഫ്രെയിം ഇവിടെയുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് ഇത് ചിത്രീകരിച്ച് സെറ്റ് ഇട്ടിരിക്കുന്നത്. കൂടാതെ ഇവിടെ തന്നെ വെച്ച് പ്രൊഫഷണൽ ക്യാമറയിൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതിനൊരു നിശ്ചിത തുക മാത്രമേ ഈടാക്കുന്നുള്ളൂ. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എല്ലാം ലണ്ടൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. കണ്ട ചെറുക്കൻ വലിഞ്ഞു കയറുന്ന കണ്ടോ. എല്ലാവർക്കും ലണ്ടൻ സിറ്റി ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മുകളിൽ നിന്നൊന്ന് കാണാം. ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കണ്ടാലോ, ഇങ്ങനെ നല്ല രസമില്ലേ? എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ലണ്ടൻ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന റോബോട്ടിക് സൂവിലേക്കാണ്. ഇവിടെ നമുക്ക് ആനയുണ്ട്, കുതിരയുണ്ട്, സീബ്രയുണ്ട്, കിങ് കോങ് ഉണ്ട്. ഇവരുടെ സൗണ്ടുകളൊക്കെ എഫക്റ്റുകളോട് കൂടി ഇവരിങ്ങനെ ആടുന്നു. പക്ഷെ ഞാൻ ചിലമാരൊന്നും ആടി. ഒറ്റക്കുമ്പൻ കാണ്ടാമൃഗമുണ്ട്. പിന്നെ ഇവൻ അവതാറിലെ ഒരു മൃഗമാണ്. പിന്നെ മാനുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, ചീങ്കണ്ണിയുണ്ട് കൂട്ടുകാരെ, ചീങ്കണ്ണി. സിംഹമുണ്ട്, സിംഹത്തിനെന്തോ പറ്റിയിട്ടുണ്ട്, ചൂടൊക്കെ അല്ലേ. മാനുണ്ട്, പെൻഗിനുണ്ട്, പുള്ളിപ്പുലിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് എവിടെ കാണുന്നത്? അവതാർ എന്ന വിസ്മയ ലോകത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. നമ്മൾ അവതാർ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു സെറ്റാണ് ഇവരിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. സെറ്റ് ഇട്ടിരിക്കുകയാണ് ഇവിടെ. നല്ല രസമില്ല, ലൈറ്റൊക്കെ കൊടുത്തിട്ട് അതിമനോഹരമായ രീതിയിൽ അതിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ജെയിംസ് ക്യാമറൂണൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഈ സെറ്റിട്ടവനെ അതായത് അവതാർ 2 ഇറങ്ങി 3ലേക്ക് വിളിച്ചുകൊണ്ട് പോകുക. അത് ഉറപ്പായിട്ടുള്ള കാര്യം കേട്ടോ. അമ്മാതിരി അടിപൊളിയായിട്ടാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതായിട്ട് പറയാം, തമാശയായിട്ട് പറയാമല്ല, അടിപൊളിയായിട്ട് തന്നെയാണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ അറിഞ്ഞൊരു കാര്യം പറയാം. ബാഹുബലി സിനിമയിലെ അവരാണ് ഇതിൻ്റെ സെറ്റ് ഇവിടെ ഇട്ടതെന്നാണ് എനിക്കിവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട കാര്യമാണ്. മൂവാറ്റുപുഴയിലെ വണ്ടർ വേൾഡിൻ്റെ അവതാറിൻ്റെ ഈ സെറ്റ് വരുന്നതിന് മുമ്പേ അവതാറിൻ്റെ വിസ്മയ ലോകം ആലപ്പുഴയിൽ ഒരുങ്ങിയിട്ടുണ്ട്. അവതാർ വേൾഡ് അത് ഇതിലും അതിമനോഹരമായിട്ടാണ് ചിത്രീകരിച്ചത്. വീഡിയോ എൻ്റെ ഈ ചാനലിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ അത് ഐ ബട്ടണിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അതിമനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ഇട്ടിരിക്കുന്നത്. വരുന്ന കുട്ടികളൊക്കെ ആകാംക്ഷയോടെ, അത് അത്ഭുതത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഞാനും എല്ലാം തന്നെ അത്ഭുതത്തോടെയാണ് ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നതും നമ്മളതിനെ കാണുന്നതും അതിമനോഹരം. അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉറപ്പായിട്ടും മൂവാറ്റുപുഴയിലുള്ള വണ്ടർ വേൾഡിൻ്റെ ഈ എക്സ്പോയിലൊന്ന് വന്ന് കാണും. അതും ഈ അവതാരണ സെറ്റ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. 60 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം അവധിയല്ലേ, വേനൽ അവധിയാണ്, വെക്കേഷനാണ്. നമ്മുടെ ഫാമിലിയായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് മൂവാറ്റുപുഴ വണ്ടർ വേൾഡിൻ്റെ ഈ എക്സ്പോ കാണാനായിട്ട് വരാൻ പറ്റിയ സമയം തന്നെയാണ്. കാരണം അവർക്കിത് ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടും. മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതെനിക്ക് ഉറപ്പാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ 3 മണി, അതായത് ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 10 മണി വരെ, രാത്രി 10 മണി വരെയും. അവധി ദിവസം രാവിലെ 11 മണി മുതൽ 10 മണി, രാത്രി 10 മണി വരെയുമാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത്.
ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ടിക്കറ്റിന് 60 രൂപ മാത്രമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ്. കാരണം എല്ലാ എക്സ്പോ ആണെങ്കിലും ഫെസ്റ്റ് ആണെങ്കിലും എല്ലാം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും അവിടെ എല്ലാം ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും തന്നെ വാങ്ങാൻ കിട്ടും, അതും കുറഞ്ഞ വിലയിൽ. ഇത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ, വള, മാല, കമ്മൽ, സ്ലൈഡ്, പൊട്ട്, ചാന്ത്, അങ്ങ് വേണ്ട എല്ലാവിധ ഐറ്റംസ് ഇവിടെ വാങ്ങാനായിട്ട് സാധിക്കും. ഒന്ന് നോക്കിക്കേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എന്തോരം കളക്ഷനായി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ വാശി പിടിക്കത്തില്ലേ? ഉറപ്പായി വാശി പിടിക്കുകയും കരയുകയും ചെയ്യും കേട്ടോ. ഞാനിവിടെ കണ്ടു പല കുട്ടികളും വാങ്ങിത്തരാൻ എന്ന് പറഞ്ഞ് കരയുന്നത്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ പേഴ്സ് നിറച്ച് കാശ് എടുത്തിട്ട് വേണം വരാനായിട്ട്. സാധാരണ എല്ലായിടത്തും പഴയകാല മിഠായികൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇവിടെ ചെറുപ്പകാല മിഠായികൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെ, പേരിൽ മാത്രം വ്യത്യാസമുണ്ടെന്നുള്ളൂ. കാരണം മിഠായികളുടെയൊക്കെ അതിവിപുലമായ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം ബുക്കുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാവിധ ബുക്കുകളുമുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, നമുക്ക് മുതിർന്നവർക്ക് വായിക്കാനും കൊച്ചു കുട്ടികൾക്ക് സ്കെച്ച് ചെയ്യാനും ഉള്ള ബുക്കുകൾ വരെ ഈ സ്റ്റോളിൽ നിന്ന് നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ എക്സ്പോയിലും കാണുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ കണ്ടോ. 250 രൂപയ്ക്ക് ചെരുപ്പുകൾ, അത് ഒട്ടനവധി നിരവധി കളക്ഷൻസ്, വിപുലമായ ശേഖരം തന്നെയുണ്ട് കേട്ടോ. ഇവിടെ ടോപ്പ് ഏതെടുത്താലും 300 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ബാഗൊക്കെ വാങ്ങിക്കാൻ പറ്റും, ഫോൺ മേടിക്കാൻ പറ്റില്ല, ഫോണിൻ്റെ കവർ, അതിൻ്റെ അക്സസറീസൊക്കെ ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ചൊരയ്ക്ക, നീളം ചൊരയ്ക്ക, നമ്മൾ നാടൻ ആനക്കൊമ്പം വെണ്ട, പീച്ചിങ്ങ, വാളമര, ചതുരപ്പയർ, ഇത് വന്നിട്ട് അകത്തിച്ചീര, ഉരുണ്ട ചൊരയ്ക്ക, ഇത്രയും ഐറ്റം. പച്ചക്കറി വിത്ത എല്ലാ ഐറ്റം. അതുപോലെ നമ്മള് കാറ്റക്സ് ഇൻഡോർ പ്ലാന്റ്, അത് 100 രൂപ മുതൽ തുടങ്ങും. 100 രൂപ മുതൽ 200 രൂപ വരെ. അതിന് കൂടിയതുണ്ട്, അതില്ല നമ്മുടെ ഇപ്പം 100, 200 മാത്രം. വിത്ത് ഐറ്റംസ് എല്ലാം 20 രൂപ, പാക്കറ്റ് എല്ലാം 20. കിഴങ്ങെല്ലാം 20 രൂപ ഒരു പീസിന്. വൻപിച്ച ആദായ വില, അതായത് 2 ലെഗിൻസിന് 250 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ മേടിക്കണം, അതൊക്കെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. ഇവിടെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടും. പാലക്കാടൻ ചിപ്സ്, അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഈ ടോപ്പുകൾക്കൊക്കെ വിലക്കുറവാണ്. ഇതെല്ലാം ഈ ഷോപ്പിൽ കിട്ടും. 150 രൂപ മുതലുള്ള ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ്. കോഴിക്കോടൻ ഹലുവ, പാലക്കാടൻ ചിപ്സ്, അതുപോലെ തന്നെ കത്തി, വാക്കത്തി, വെട്ടുകത്തി, പച്ചക്കറി വിത്തുകൾ, ചെടിത്തൈകൾ എന്ന് വേണ്ട, കൊച്ചു പിള്ളേർക്ക് വേണ്ട പേന, പെൻസില് എന്ന് വേണ്ട എല്ലാവിധ റിങ്ങുകളെല്ലാം, എല്ലാവിധ ഐറ്റംസ് നമുക്ക് ഈ സ്റ്റോളുകളിൽ നിന്നെല്ലാം വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് തളർന്ന് വന്നിരിക്കല്ലേ. നമ്മൾ അങ്ങനെ വന്നിരിക്കുന്നത് ഫുഡ് കോർട്ടിലാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതായത് എല്ലാവിധ ബജ്ജി ഐറ്റംസ്, പാനിപ്പൂ, പാവട, അതുപോലെ തന്നെ പോപ്കോണിൻ്റെ വെറൈറ്റികളൊക്കെ ഉണ്ട്. സ്പ്രിംഗ് പൊട്ടറ്റോ ഉണ്ട്. അതുപോലെ എന്നൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഇവിടെ ഉണ്ട്. ചായ, ജ്യൂസ് എല്ലാം, കുലുക്കി, ബൂസ്റ്റ് കുലുക്കിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിവിശാലമായ രീതിയിൽ നമുക്ക് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഗെയിമിലോട്ടാണ് ഇറങ്ങുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും കളിക്കാവുന്ന വിവിധ തരത്തിലുള്ള ഗെയിമുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഗെയിം എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ഒട്ടനവധി നിരവധി ഗെയിമുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൈസ കൊടുക്കുക, അവർ ആ ഗെയിമിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ തരും, നമ്മളത് വെച്ച് കളിക്കുക. ഇത് ബോളിൻ്റെ ഗെയിമാണ്. ഈ ചേട്ടനുണ്ടല്ലോ 3 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം പൊളിച്ച്. ഇത് ഓരോ ഗെയിമിനും ഓരോ പ്രൈസ് ഉണ്ട് അവർ എഴുതി വെച്ചിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇല്ലാത്ത റൈഡുകളൊന്നും തന്നെ ഇല്ല കേട്ടോ. കണ്ടോ, കുട്ടികളൊക്കെ കിടന്ന് ചാടി മറിയുന്നതാണ്. രസമല്ലേ? നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. ഡ്രാഗൺ ട്രെയിന്, ജെയിൻ വീല്, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരണക്കിണറാണ് മൂവാറ്റുപുഴയിൽ ഒരുങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ചെന്ന സമയത്ത് ഇതിനകത്ത് കയറാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതിനാൽ എനിക്കതിൻ്റെ കാഴ്ചകൾ പകർത്താനും സാധിച്ചില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പോകും മൂവാറ്റുപുഴയിൽ, അന്ന് ഇതിൽ ഞാൻ കയറുന്നതായി. ഇവിടുത്തെ മരണക്കിണറിനൊരു പ്രത്യേകതയുണ്ട്. ഇതിലെ ഒരു അഭ്യാസി ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതൊന്ന് കാണേണ്ടത് തന്നെയല്ലേ.
അപ്പോഴേ മറക്കരുത്, നമ്മളുടെ മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് വണ്ടർ വേൾഡിൻ്റെ എക്സ്പോ നടക്കുന്നത്. ഏപ്രിൽ 10 മുതൽ മെയ് 12 വരെയാണ് ഈ എക്സ്പോ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം ലണ്ടൻ സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ അവതാറിൻ്റെ വിസ്മയ വേൾഡ്, അവതാറിൻ്റെ വേൾഡ് എന്ന് തന്നെ പറയാം, വിസ്മയ ലോകം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാട് പോലെ വിസ്മയ ലോകം വേൾഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാവരും വരണം കേട്ടോ, നമ്മുടെ ഫാമിലിയൊത്ത്, നമ്മുടെ കുട്ടികളൊത്ത് ഇതൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോഴേ മറ്റൊരു കാഴ്ചയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ബൈ.